ഹലോ കൂട്ടുകാരെ, ഇന്ന് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ട്വിൻ ഫ്ലെയിം വീഡിയോസ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ അവേക്കനിങ്ങിലേക്ക് വരുന്നവർക്കൊരു ലൂപ്പ് ആണോ എന്നുള്ള ഒരു ക്ലാരിറ്റി തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ഫീഡിലേക്ക് സിമിലർ കണ്ടൻറ്റുള്ള ഒരു വീഡിയോ പിന്നെയും പോപ്പപ്പായി വന്നു. അത് കേട്ടില്ല, ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ 1-2 ആൾക്കാർ ഇതിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് സിമിലർ ക്വസ്റ്റ്യൻ, ഇത് പിന്നെ ഈ ഒരു ലൂപ്പല്ലേ, പറഞ്ഞത് തന്നെയല്ലേ പറയുന്നത്, അതിലെന്താ ഇത്ര ഉള്ളത്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണി ഇത്രയല്ല ഉള്ളോ, ഇതിലെന്താ ഉള്ളത് എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ഓർമ്മ വരുന്നു. അപ്പം മേ ബി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ജേർണി, അതായത് ട്വിൻ ഫ്ലെയിം ജേർണി, പെർട്ടിക്കുലർലി സ്പിരിച്വൽ ജേർണീസ്, അതിൽ വരുന്നതിന് മുമ്പുള്ള ഒരു സമയത്തേക്ക് പോകാം. അതായത് നമ്മളൊക്കെ അൺഅവേക്കൻഡ് ഒരു സമയം, ഞാനും നിങ്ങളുമൊക്കെ അത്രയും മേ ബി അവിടെ ഒരു ലൈഫ് 3D ഓറിയൻറ്റഡ് ആയിട്ട് നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിച്ചാലും ഉള്ളിൽ എവിടെയോ ഒരു പെയിന്, ഒരു ലോൺലിനെസ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാലം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അതായത് കുറച്ച് മേ ബി അത് ലൈഫ് ടൈംസ് തൊട്ട് നമ്മളിങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് ആ ഒരു പെയിനിലൂടെ, അല്ലെങ്കിൽ ആ ഒരു എംപ്റ്റീനെസ്സിലൂടെ എന്ന് പറയാം. നമുക്ക് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ജേർണിയിലാണെന്ന് യൂണിവേഴ്സായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കും, അല്ലേ? ആദ്യം എങ്ങനെയാണ് നമ്മൾ ഈ ജേർണി ആണെന്ന് മനസ്സിലാക്കുന്നത്? വളരെ റെയറായിട്ടുള്ളവർക്ക് ഡ്രീമിലൂടെ ഒക്കെ മനസ്സിലാകും. ഇനി കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ അധികം പേരും നാച്ചുറലി ഇത് നമ്മളുടെ ഫീൽഡിലേക്ക് ടാരോട്ട് റീഡിംഗ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ, നമ്മളൊന്നും സെർച്ച് ചെയ്യാതെ തന്നെ വരുമ്പോൾ അതിൽ ഒരു പദം ഇങ്ങനെ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നാച്ചുറലി അവരുടെ ഫീൽഡിലേക്ക് ആ ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് വീഡിയോസ് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ആ ദൈവത്തിനോട് ഇതിൻ്റെ ഉത്തരം കാണിച്ചു തരണേ, എന്തുകൊണ്ട് ഞാനിവിടെ ഇത്രയും പെയിൻ അനുഭവിക്കുന്നു എന്നുള്ള ഒരു ഉത്തരം കാണിച്ചു തരണേന്ന് അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഐസൊലേഷൻ ടൈമിൽ ചോദിക്കുമ്പോഴായിരിക്കും നമുക്കൊക്കെ ഈ വീഡിയോസൊക്കെയും മുമ്പിലേക്ക് വരുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഒരു ഡിവൈൻ ഗൈഡൻസ് ഇല്ലാതെ, ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാതെ നമുക്കൊരിക്കലും നമ്മളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ വരില്ല, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രൂ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ട്രൂ ആയിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർ ഒരു വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ അവർ ആ എനർജീനെ ചാനൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് യൂണിവേഴ്സൽ എനർജീനെ അവരുടെ എക്സ്പീരിയൻസിനെയും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ 2 കാര്യങ്ങളൂടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുമ്പം ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ എക്സ്പീരിയൻസുകളുണ്ട് അതിൽ. അതേപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം പെട്ടെന്നൊരു വീഡിയോ ഇടാൻ ഉള്ളിൽ നിന്നൊരു ഉൾവിളി എന്നൊക്കെ പറയും നമുക്ക്, ആ ഒരു ഇന്നർ വോയിസിനൊക്കെ ഇട്ടിട്ട വീഡിയോസുണ്ട്. അതേപോലെ തന്നെ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പം കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ഇടുന്ന വീഡിയോസുണ്ട്. അതൊക്കെ എന്താണ്, നമ്മൾ എനർജീനെ ചാനൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മേ ബി ഒത്തിരി ആൾക്കാർക്ക് ഈ ചാനലെന്നല്ല, ട്രൂ ആയിട്ട് സ്പിരിച്വൽ അവേക്കനിങ് റിലേറ്റഡ് ആയിട്ട് ലൈറ്റ് വർക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് കേൾക്കുമ്പം ഒത്തിരി ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹെൽപ്ഫുൾ തിങ് ആണ്. കാരണം ഈ ജേർണി ഇന്നർ വോയിസ് കേൾക്കാനുള്ളതാണ്, നമ്മൾ ആ ഒരു ഇന്നർ യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവാനുള്ളത് ആണ് എന്നുള്ളത് അബ്സല്യൂട്ട്ലി റൈറ്റാണ്, 100% കറക്റ്റാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ എല്ലാ ആൻസേഴ്സും ഉണ്ട്. പക്ഷേ അതിലേക്ക് കണക്റ്റ് ആവണമെങ്കിൽ, ആ 100% നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവണമെങ്കിൽ, ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സോളിന് കുറച്ചൊക്കെ ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ഒരു വെളിച്ചം വേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് യൂണിവേഴ്സിൻ്റെ അനുവാദത്തോടെ ലൈറ്റ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു ബ്രിഡ്ജ് പോലെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിക്കാനായിട്ടാണ്
ഇങ്ങനെ ഇൻഡ്യൂട്ടീവ്ലി ട്രൂ ആയിട്ട് ഹീൽഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് പാത്തിലുള്ളവരിടുന്ന വീഡിയോസ് നമുക്കൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നർ വോയിസിനെ കേൾക്കാനുള്ള ജേർണിയാണ്, സെൽഫ് ലവിലേക്ക് വരാനുള്ള ജേർണിയാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമൊക്കെ ഉള്ള ആ ഒരു മൈൻഡ്, മങ്കി മൈൻഡ് എന്നാണല്ലോ നമ്മളൊക്കെയും പറയുന്നത്. അപ്പോൾ അത്രയും ഓവർ തിങ്കിങ്ങിലുള്ള മൈൻഡ്. ഓഫ് കോഴ്സ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആദ്യത്തെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിരിക്കും. കാരണം എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല, എന്തുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ പവറിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, അതായത് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. അതിൻ്റെ കൂടെ ഡിവൈൻ ഫെമിനൈൻ്റെ ലൈഫിൽ അതുവരെയുള്ള പല കാര്യങ്ങളും ട്രാഷ് ആവുകയാണ് ചെയ്യുന്നത്. അത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. നമ്മളതിൽ മുൻകൈ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജോലി എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്നൊന്നും എടുത്തു വെക്കുന്ന കാര്യങ്ങളല്ല. അത് സോളിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് അവിടെ കഴിയുന്ന അല്ലെങ്കിൽ അവിടുന്ന് ആ ലെസൺസ്, അവിടുന്ന് ആ ട്രിഗേഴ്സ് വരുന്ന സമയമായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഒൺലി ആ ഒരു പാതയിലേക്ക് ടേൺ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഈ ഓരോ വീഡിയോസിൻ്റെയും പർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഇതിൽ ലൂപ്സ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ വീഡിയോസിൽ ലൂപ്സ് വരാറുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ഇനിഷ്യൽ അവേക്കനിങ് ഡേയ്സിൽ നമ്മളൊക്കെയും ടാരോ റീഡിങ് കളക്റ്റീവായിട്ടുള്ള എനർജീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണും. ഞാനൊക്കെ 1.5 വർഷം ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. എങ്ങനെയെങ്കിലും ഈ പറയുന്ന നമ്മളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന കൗണ്ടർ പാർട്ട് നമ്മുടെ ലൈഫിൽ വന്നാൽ മതി എന്നുള്ള ഒരു ആലോചനയായിരിക്കും. നാച്ചുറലി ഒരു 3D ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയിൽ നമ്മൾ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് നമ്മൾ ഈ ടാരോട്ട് റീഡിങ്സിലെ എനർജി റീഡിങ്സിൽ നമ്മൾ അഭയം പ്രാപിക്കും ശരിക്കും പറഞ്ഞാൽ. അതായത് അത് കേൾക്കുമ്പം കുറച്ചൊരു ആശ്വാസം നമുക്ക് തോന്നും. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ആ ഒരു എനർജീസിനെ പതിയെ അതൊരു അഡിക്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഇന്നർ വർക്ക് അവിടെ പതിയെ അവിടെ സ്ലോ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നർ വർക്കിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കുറഞ്ഞു പോകും. കാരണം നമ്മൾ എത്ര ഇന്നർ വർക്ക് ചെയ്താലും നമ്മുടെ ശ്രദ്ധ, നമ്മുടെ എനർജി എവിടെയായിരിക്കും? ഇല്ല, ആൾ തിരിച്ചു വരുമോ, എൻ്റെ കൗണ്ടർ പാർട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ ജേർണി അഗെയിൻ സെൽഫ് ലവിൻ്റെ ആണ്. അപ്പോൾ ആ ടാരോ റീഡിങ്സ് ഒക്കെയും നമ്മൾ അധികം കേൾക്കുകയാണ്. ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് എല്ലാവരും ഗോ ത്രൂ ആവുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ സ്റ്റിൽ ടു നമ്മൾ അവിടേക്ക് ഒരു അഡിക്റ്റീവ് എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ പതിയെ അതിനെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഇന്നർ വർക്കിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്. രണ്ടാമത്തേത്, ഒത്തിരി ചാനൽസിൽ ഇന്നിപ്പം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, വിപ്ലവം നടക്കുന്ന ഒരു സമയം. അതായത് നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് എൻറ്റയർ ഇൻഫർമേഷൻ ഉണ്ട്, അത് എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ ഏത് ചാനൽ കേൾക്കുമ്പോഴും, ഏതൊരു വീഡിയോ കാണുമ്പോഴും, ഏതൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അത് കേൾക്കുന്ന ഒരു സെക്കൻഡ് നമ്മളിനി എത്ര ലോവർ വൈബ്രേഷണൽ എനർജിയിലാണെങ്കിലും നമ്മൾക്ക് മാച്ച് ആവുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ മീനിങ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ഒരു വീഡിയോ ഹീൽഡായിട്ടുള്ളവർ ഇട്ടതല്ല എന്നൊന്നുമല്ല. അതൊക്കെ നമ്മളുടെ സോൾ ജേർണിയിൽ, അതായത് നമ്മുടെ പാത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ആ ഒരു ഇന്നർ വോയിസ് കൺഫേം ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻ വരുന്നില്ല, നിങ്ങളെ അത് ഹീലിംഗ് തരുന്നു. നിങ്ങൾക്ക് ആ ഒരു വോയിസ് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു കണ്ടൻറ്റിലേക്ക് പോകുക. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും കണ്ടൻറ്റുകൾ കേൾക്കാറുണ്ട് നമ്മൾ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചു, പെട്ടെന്നൊരു വീഡിയോ നമ്മളുടെ മുമ്പിലേക്ക് വന്നു, ഇത് കേൾക്കും. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഹീലിംഗ് മെത്തേഡ്സൊക്കെയും കേട്ടിട്ടങ്ങ് വിടും. പക്ഷേ ഇവിടെ നമ്മൾ അത്രയും സമയം ഒരു വീഡിയോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനെ നമ്മളുടെ ഹീലിംഗ് പ്രാക്ടീസുകളിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പറയുന്ന ആൾ മേ ബി അവരുടെ ഹീലിംഗ് ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളായിരിക്കാം അതിൻ്റെ സൊല്യൂഷൻ്റെ കൂടെ പറയുന്നത്. അതേ സിമിലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ഈ എനർജറ്റിക്കലി ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത്
കണ്ടൻറ്റ് വന്നു നമ്മൾ കേട്ടു വിട്ടു എന്നല്ലാതെ അത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പതിയെ നമ്മൾക്ക് ഒരു ഹീലിംഗ് ടൂളായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹീലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അടുത്തതായിട്ട് ഹീലിംഗ് വീഡിയോസ് കൂടുതലായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതായത് കളക്റ്റീവ് എനർജിയൊക്കെ നമ്മളൊക്കെ ഇടുന്നവരാണ്. കാരണം അതൊരു ഡിവൈൻ്റെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ അത് ഡൗൺലോഡ്സ് വരുമ്പോൾ മാത്രം ഇടുന്ന കാര്യം. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെവി എനർജീസ് ഉണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോപ്പപ്പായി വന്നു, അത് കേട്ടു. അപ്പം എൻ്റെ എനർജിയിൽ ഇംബാലൻസ് ആയതിൻ്റെ കാരണം ഈ കോസ്മിക് എനർജീസിലുള്ള ഈ ഒരു വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ സോ ആൻഡ് സോ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ അവിടെ വിട്ടിട്ട് ഹീലിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ടോട്ടലി പറയുമ്പോൾ ഒരു സോൾ പർപ്പസ് ഉള്ളവരായിരിക്കും ഈ ലൈറ്റ് വർക്കിങ്ങിൽ വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് കണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ചെയ്തവരൊന്നുമല്ല അല്ലേ. അവർക്ക് ആ ഒരു ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തെ നമ്മളുടെ ഹീലിങ്ങിൽ പ്രാവർത്തികമായി എത്രത്തോളം ഉപയോഗിക്കുന്നു അവിടെ വരെ നമ്മൾ ലൂപ്പിലല്ല. അതേസമയം ഒന്ന് ഇംബാലൻസ് ആവുന്ന ഉടനെ ആ വോയിസ് കേട്ടു, ഞാൻ ബാലൻസ് ആയി, ഇനിയിപ്പോൾ അത് ഹീലിംഗ് വേണ്ടാന്ന് മാറ്റിവെക്കുമ്പോൾ നമ്മൾ ആ ടാരോ റീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അഡിക്റ്റീവ് എനർജി കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും DM റിലേറ്റഡ് ആയിട്ട് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എനർജീനെ ലീക്ക് ചെയ്യുന്നത് ആക്ച്വലി. സോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശിവനെയും നമ്മുടെ ഉള്ളിലെ ശക്തിനെയും മേർജ് ചെയ്യാനുള്ള ജേർണിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുന്നത്, ഇന്നർ മേർജിങ് എന്ന് പറയും, ഇന്നർ ബാലൻസിങ് എന്ന് പറയും. മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജീനെ നമ്മൾ ബാലൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ള ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ ഹാർമോണിയസ്ലി നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിൽ നമ്മളുടെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സോൾ കോൺട്രാക്റ്റ് അനുസരിച്ച് അവരുടെ കൗണ്ടർ പാർട്ടിനെ തിരിച്ച് ആ ഒരു സോൾ പർപ്പസ്, കമ്പൈൻഡ് സോൾ പർപ്പസ് ചെയ്യാനായിട്ട് അവർക്ക് ഹീലായി തിരിച്ച് വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരെ എത്തണമെങ്കിൽ നമ്മൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹീലിംഗ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഹീലിങ്ങിൽ ശ്രദ്ധിക്കുക. ലൂപ്പെന്ന് പറയുന്നത് നമുക്ക് ഓരോ കാര്യത്തിലും ലൂപ്പ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മൈൻഡ് കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് ഈവൻ ഒരു വീഡിയോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ടിൽ കൂടെ പോലും നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോസ് ലൂപ്പാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതിനെ പ്രാവർത്തികമായിട്ട് എടുക്കുമ്പോൾ ഒരിക്കലും അല്ല, അഡിക്റ്റീവ് എനർജിയിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലൂപ്പിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ സമയത്തെ പാഴാക്കും. അതായത് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഹീലാക്കേണ്ട കാര്യത്തെ നമ്മൾ പതിയെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിലേ വരും നമ്മളുടെ സ്പിരിച്വൽ ജേർണിയിൽ. അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് സെഷൻസിന്, അതായത് ഹീലിംഗ് സെഷൻസിന്, കൗൺസിലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനൊക്കെയും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഒക്ടോബർ 22 തൊട്ട് മണി റേക്കിൻ്റെ സെക്കൻഡ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.